ശംശോനോ എന്ന വാക്കിന് തുല്യമായ ഒരു വാക്ക് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അസുറിയാനി വാക്ക് അതേപടി മലയാളത്തിലേക്ക് അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ശംശോനോ എന്ന സുറിയാനി പദത്തിന് തുല്യമായ മലയാള വാക്ക് മലയാള ഭാഷയിൽ ഉണ്ട്. പക്ഷേ അത് ഉപയോഗിച്ചാൽ നമ്മുടെ ഈ പ്രത്യേക ശുശ്രൂഷയുടെ പ്രാധാന്യം ധ്വനിക്കുകയില്ല എന്നതുകൊണ്ടാകാം ശുശ്രൂഷക്കാരൻ എന്ന വാക്കിനേക്കാൾ ഷമ്മാശൻ 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 എന്ന് മലയാള ഭാഷയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ശംശോനോ എന്ന സുറിയാനി വാക്ക് മലയാളത്തിലേക്ക് ഷമ്മാശൻ എന്ന് വിവർത്തനം ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ശുശ്രൂഷക്കാരൻ. പക്ഷെ നമ്മുടെ ആരാധനാ ക്രമത്തില് ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞാൽ ഷമ്മാശ പദവിയിലേക്ക് വരാത്ത നമ്മുടെ ഓൾട്ടർ ബോയ്സ്, മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന അതിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ഉൾപ്പെടുന്നവരായി പോകുമോ എന്ന് ഒരു ധ്വനി ഉള്ളതുകൊണ്ട് ആ മഹത്വം നിലനിർത്താൻ ഷമ്മാശൻ എന്ന് നാം ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഇംഗ്ലീഷ് ഭാഷയിൽ ഷമ്മാശൻ എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്തുവാ? ഡീക്കൻ. ആ ഇംഗ്ലീഷ് ഭാഷയിലെ ഡീക്കൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാ? ഗ്രീക്ക് ഭാഷയിൽ നിന്ന്. ഡയാക്കോണിയ എന്ന അതിൻ്റെ കർമ്മപദത്തിൽ നമുക്കെടുക്കാം. ഡയാക്കോണിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശുശ്രൂഷ. എന്താ? സർവീസ്. എന്താ? സർവീസ്. എന്താ? സർവീസ്. സർവീസ് എന്ന പദം നമ്മുടെ ഈ ആത്മീയ തലത്തിൽ ദൈവ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് എന്താ? സർവീസ് എന്ന. അപ്പോൾ സർവീസ് എന്നുള്ളതിന് നമ്മുടെ ആരാധന സർക്കിളിൽ പ്രധാനമായും വരുന്ന അർത്ഥം വർഷിപ്പ്. എന്താ? വർഷിപ്പ്. അതേ സർവീസ് എന്ന വാക്കിന് ഈ ദേവാലയത്തിന് പുറത്തുള്ള തലത്തിൽ എന്താ അർത്ഥം? സേവനം. സർക്കാർ സർവീസിലുള്ളയാള്. നല്ല ഉദ്യോഗത്തിലായാലും IAS IPS ആയാലും അവരെയും എന്താ? സർക്കാരിൻ്റെ സർവീസ്. അപ്പോ പ്രധാനമായും ശുശ്രൂഷ അനുഷ്ഠിക്കുക എന്ന പദവിയിലേക്ക്, ചുമതലയിലേക്ക് ഇന്ന് പ്രിയപ്പെട്ട എബിൻ ഉയർത്തപ്പെടുകയാണ്. ഒരു ഷമ്മാശൻ ചെയ്യാൻ കഴിയുന്ന ചില ശുശ്രൂഷകൾ മറ്റൊരു സ്ഥാനീയർക്കും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഷമ്മാശനായിരിക്കുന്ന കാലത്ത് ആളുകൾക്കൊക്കെ വലിയ താല്പര്യമാണ്. കഴിഞ്ഞ ദിവസം അരമനയിൽ വെച്ച് നടന്ന പട്ടംകുടയിൽ വളരെ ദൂരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മകൻ, എനിക്ക് മുൻപ് പരിചയമുള്ള ആളാണ്. അതിൽ വന്ന് ആദ്യോടെന്ന് സംബന്ധിച്ചെന്ന് മാത്രമല്ല, മദ്ബഹായിലെ ശുശ്രൂഷയിൽ നല്ല ശുഷ്കാന്തിയോടെ അവൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വിളിച്ച് സ്വകാര്യമായി ചോദിച്ചു, എങ്ങനെയാ ഇതിൻ്റെ ഒരു ബന്ധം? അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സർവീസിന് ഞാൻ പോയപ്പം ഈ ഷമ്മാശനെ അവിടെ വെച്ച് പരിചയപ്പെട്ട. അപ്പോൾ ആ ഷമ്മാശനോടുള്ള സ്നേഹം, ആ ഷമ്മാശനോടുള്ള അടുപ്പം മൂലം ആ മകൻ ഷമ്മാശൻ ക്ഷണിച്ചിട്ട് ദൂരേന്ന് താല്പര്യത്തോടെ ഈ ചുരം കയറി അങ്ങ് അരമനയിൽ വന്ന് താല്പര്യത്തോടെ പങ്കെടുത്തിട്ട് പോയി. ഇങ്ങനെ
ആളുകളിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും കൊച്ചു കുഞ്ഞുങ്ങളിലുമൊക്കെ അച്ഛാ അച്ഛാന്നും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരുമോ? അപൂർവമാണ്. പക്ഷെ ഷമ്മാശൻ ചെന്നാൽ ആ ഷമ്മാശൻ്റെ ആ ഒരു പ്രായം കൊണ്ടും ഷമ്മാശന്മാർക്ക് ഇച്ചിരിയൊക്കെ ഒരു പ്രത്യേക കഴിവുകൾ അന്നേരം ഉണ്ട്. എന്താ അത്? ചിലപ്പോൾ പാടാനുള്ള, ചിലപ്പോൾ ക്ലാസ് എടുക്കാനുള്ള, കുട്ടികൾക്ക് കൗതുകമേറിയത്. അതുകൊണ്ട് OBBS-നൊക്കെ പ്രധാനമായും നമ്മൾ ഷമ്മാശന്മാരെ അല്ലാതെ അച്ഛന്മാരെ വിളിക്കുമോ? ഇല്ല. അപ്പോ നല്ല ബന്ധം സ്ഥാപിക്കുവാൻ, സഭാ ശുശ്രൂഷയിലേക്ക് അവരെ ആകർഷിക്കുവാൻ, നമ്മുടെ ഭദ്രാസനം പോലെയുള്ള ഭദ്രാസനത്തിന്റെ സമഗ്രമായ വികസനത്തിന് ആളുകളുടെ ഫണ്ട് പിരിച്ചുകൊണ്ട് വരാൻ ഒക്കെ ഈ ബന്ധങ്ങൾ സാധിക്കും. നാട്ടിൽ നിന്ന് ഷമ്മാശന് പരിമല പള്ളിയിലും ഹോസ്പിറ്റലും ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ട് ഏതാനും ആഴ്ചകളിൽ പോയപ്പോൾ അവിടെയുള്ള ബന്ധം മൂലം എൻ്റെ പ്രിയപ്പെട്ട ചില സ്നേഹിതന്മാർ ഈ പട്ടംകുടക്ക് ഈ മദ്ബായിൽ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ തന്നെ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാ ബന്ധം? ഷമ്മാശൻ അവിടെ വന്നപ്പം ഷമ്മാശൻ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വളരെ സൗമ്യനായ, അത്യാവശ്യമില്ലെങ്കിൽ ഒന്നും സംസാരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട എബിൻ ബ്രദർ ഇന്ന് ഷമ്മാശ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. വലിയ ശബ്ദകോലാഹലം വെക്കണമെന്ന് നിർബന്ധമുണ്ടോ നമ്മുടെ ശുശ്രൂഷയ്ക്ക്? ഇല്ല. നിശബ്ദമായും നിസ്വാർത്ഥമായും സ്വാർത്ഥകമായും സേവനം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇപ്പോഴുള്ള ദൈവഭക്തിയും ദൈവവിശ്വാസവും ഗുരുക്കന്മാരോടും സ്ഥാനീയരോടുമുള്ള ബഹുമാനവും ദൈവജനത്തോടുള്ള പ്രതിബദ്ധതയും ആയുഷ്പര്യന്തം കാത്തു സൂക്ഷിപ്പാൻ ഇന്ന് ലഭിക്കുന്ന കൈവെപ്പിലൂടെ, ആത്മദാനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്.